ആത്മാവിൻ്റെ അവസ്ഥ അതാണ്. നമ്മുടെ ഉള്ളിലുണ്ട് ആത്മാവ്, അത് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഡെഡ് ബോഡി എന്ന് പറയും. ആ ഉള്ള ആത്മാവ് നമ്മുടെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നു? ഒന്നും ആവശ്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ജനിച്ചപ്പോൾ എന്ത് സൈസ് ഉണ്ടായിരുന്നോ അതേ സൈസിൽ തന്നെ മരിക്കുമ്പോഴും ഉണ്ടാവും. പക്ഷെ അതേ സന്ദർഭത്തിൽ ഓരോ സന്ദർഭത്തിലും നമ്മളിലൂടെ ചേഞ്ചസ് നടക്കുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓരോ സന്ദർഭത്തിലും മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ആത്മാവിന് അതിൽ റോളില്ല. ആത്മാവ് അത് ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ വറീഡല്ല, ഒന്നുമില്ല. ശരീരം എങ്ങനെ മാറുന്നു, മനസ്സെങ്ങനെ മാറുന്നു, ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്നേ ഇല്ല, വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലെവലിൽ ആലോചിച്ച് നോക്കൂ. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള എനർജി പ്ലെയിൻ അറിയാൻ പറ്റും. അങ്ങനത്തെ എനർജി ഉണ്ട്. അതെന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ സന്തോഷിക്കുന്നു, അതിലൊരു മാറ്റമില്ല. ആ എനർജിക്ക്, ആത്മാവിന് അതൊരു ഫാക്ടറാണ്, സോൾ ഫാക്ടർ. ആ ഫാക്ടറിന് മാറ്റമില്ല. അതേസമയത്ത് ഓരോ സിറ്റുവേഷനിൽ, വളരെ സങ്കീർണമായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും ആങ്സൈറ്റി, ഫിയർ ഒക്കെ ഉണ്ടാവും. ആങ്സൈറ്റി ഉണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും, ചിലപ്പോൾ ഭീതികളുണ്ടാവും. ആ സമയത്തും ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. നമുക്കൊരു ക്രൈസിസ് ഉണ്ടാവുന്ന സമയത്തും ആത്മാവ് അതേപോലെ തന്നെ ഇരിക്കണം. ജസ്റ്റ് നമ്മളെ ജീവിപ്പിച്ച് വെക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടതൊക്കെ ചെയ്യും. ലോകത്ത് കുറേ കാര്യങ്ങൾ നേടും, കുറേ നഷ്ടപ്പെടും, ചിലത് വെട്ടിപ്പിടിക്കും, ചിലത് നമുക്ക് ചാൻസ് ട്രൈ ചെയ്താലും കിട്ടില്ല. ഇതൊക്കെ നടക്കുന്ന ഈ ഡ്രാമയിൽ മുഴുവൻ നമ്മൾ പങ്കെടുക്കും. കാരണം ആ ഡ്രാമയാണ് നമ്മൾ ജീവിതം എന്ന് വിശ്വസിക്കുന്നത്. അതിലൊക്കെ പങ്കെടുത്ത് നമ്മൾ ചിലപ്പോൾ സുഖിക്കും, ചിലപ്പോൾ ദുഃഖിക്കും. ഇതെല്ലാം കഴിയുമ്പോഴും ആത്മാവ് വളരെ കൂളാണ്, ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ നടക്കും. ഓക്കെ, അയാൾ ദുഃഖിക്കുന്നു, നോ പ്രോബ്ലം, സുഖമുണ്ട്, അതും തരക്കേടില്ല. ആ ലെവലിൽ അങ്ങനെ വരുമ്പോഴാണ് വിചാരിക്കുക, നമ്മളിവിടെ ഒന്നും നേടുന്നില്ലല്ലോ, ഒന്നും ഇവിടുന്ന് കിട്ടുന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. ഈ അവെയർനെസ് അത്യാവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ആറ്റിറ്റ്യൂഡ് മാറും. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് പറയുന്ന കാര്യം ജീവിതത്തിൽ വെച്ചിട്ടേ ചെയ്യാവൂ. എങ്ങനെയാണോ ജീവിതം പോകുന്നത് അതേപോലെ നമ്മളും ഒഴുകണം. അപ്പോഴേ നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസ് ആവുകയുള്ളൂ. കുറേ പേരെങ്കിലും വിചാരിക്കുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മെഡിറ്റേറ്റ് ചെയ്യണം, ഇത്രയും നാമം ജപിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. മെഡിറ്റേഷൻ, ധ്യാനം എന്നുള്ളത് തന്നെ ഒരു അവസ്ഥയാണ്. അതല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് പലപ്പോഴും നമ്മൾ പറയുന്ന പല കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുള്ളതേ അർത്ഥമുള്ളൂ. അതായത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. മെഡിറ്റേറ്റ് ഒന്നും ചെയ്യുന്നില്ല. മെഡിറ്റേഷൻ, ധ്യാനം എന്നുള്ളത് ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ചിന്തകൾ പാടില്ല, ചിന്തകളെ ഉണ്ടാവാൻ പറ്റില്ല. ഒരു ആക്ടിവിറ്റി മാനസികമായിട്ടുണ്ടാവാൻ പാടില്ല. അതാണ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്. ഒരു ആക്ടിവിറ്റി മാനസികമായിട്ടില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ പൂർണ്ണമായിട്ടും മെഡിറ്റേറ്റീവാണ്. അതിന് നമ്മളൊരു സ്ഥലത്ത് ഇരിക്കേണ്ട. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഇത് സംഭവിക്കാം. അതായത് നമ്മളൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലായിരിക്കാം. അതിനെന്താ കാരണം വെച്ചാൽ ഓണർഷിപ്പ് ഇല്ലെങ്കിലാവും. അത് ഞാൻ ചെയ്യണമെന്ന് വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നില്ല എന്നുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ഉണ്ടാവും, ധ്യാനാവസ്ഥ ഉണ്ടാവും. അത് തന്നെയാണ് ഡിറ്റാച്ച്മെൻറ്റും. ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥാനത്ത് നിന്ന് കോൺഷ്യസ്ലി ഡിറ്റാച്ചേ ചെയ്യണില്ല. നമ്മളൊരു കാര്യം പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഡിറ്റാച്ച്മെൻറ്റ് ആറ്റിറ്റ്യൂഡ് വരികയാണ്. അതായത് ഇത് ഞാനല്ല ചെയ്യണേ, ഇത് എന്നിലൂടെ സംഭവിക്കണം. ഞാൻ ഈ നടക്കുന്ന ഒരു കാര്യത്തിലും എനിക്കോ നിങ്ങൾക്കോ റോളില്ല. നമ്മളൊക്കെ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവർ.